മാത്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. USSന്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രത്യേക തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുപോലുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നിച്ച് സ്ക്രീനിൽ കാണും. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തം അത് ചെയ്യുന്നു. വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങളുടെയും ആൻസർ കണ്ടുപിടിക്കുക. എല്ലാ ചോദ്യത്തിന്റെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണേണ്ട. എന്നാൽ ഏതെങ്കിലും ചോദ്യത്തിന്റെ ആൻസർ കിട്ടുന്നില്ല എങ്കിൽ വീഡിയോ തുടർന്ന് കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. 5 raised to 5 plus 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 5 raised to 5 divided by 5 എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് അറിയുമ്പോൾ കുട്ടികൾ അറിയണം 2 raised to 5 2 raised to 5 ആഡ് ചെയ്താൽ 2 raised to 6 ആണ്. 3 raised to 5 3 raised to 5 3 raised to 5 ആഡ് ചെയ്താൽ 3 raised to 6 ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? രണ്ടിന്റെ പവർ രണ്ടെണ്ണം ഒരേപോലെ വന്നാലാണ് അടുത്ത പവർ വരിക. 3ന്റെ പവർ ഒരേപോലെ ഉള്ളത് 3 വരുന്നാൽ 3ന്റെ അടുത്ത പവർ ആയിരിക്കും. 5ന്റെ പവർ 5ന്റെ പവർ 5 എണ്ണം ഒരുപോലെ ഉള്ളത് വന്നാൽ അതിന്റെ ഉത്തരം 5 raised to 6 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയുണ്ട്? 5. അപ്പൊ 5 raised to 6 പറഞ്ഞാൽ എന്താ അർത്ഥം? 5 എത്ര എണ്ണം ഉണ്ടെന്ന്? 6 എണ്ണം ഉണ്ടെന്ന്. അതിലത്തെ ഒരു 5 നമുക്ക് കട്ട് ചെയ്യാം, ബാക്കി നമുക്ക് എത്ര കിട്ടും? 5 raised to 5. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ മുകളിൽ ഞാൻ എഴുതിയത് കൃത്യമായിട്ട് കുട്ടികളൊന്നത് മനസ്സിലാക്കണം, ഈ പ്രത്യേകതകൾ വെച്ചിട്ട്. ഓക്കെ, ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻ നോക്കൂ. ഈ 120 40A 120 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് 6 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. Then what is the digit in the place of a? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണ വർഗമായിട്ടുള്ള സംഖ്യയാണെങ്കിൽ ഈ എ എന്ന് പറയുന്നത് ഏത് നമ്പറിനെ, ഏത് ഡിജിറ്റിനെ, ഏത് അക്കത്തെ സൂചിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 2 4 9. ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികളെ, ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഒരിക്കലും 2 ഒരിക്കലും ഇതിന്റെ ആൻസർ വരില്ല. കാരണം പെർഫെക്റ്റ് സ്ക്വയറിൽ 2 3 7 8 എന്ന് ഒരിക്കലും വരില്ല. അത് ഓർമ്മിച്ച് നോക്കുക. അവസാനം 2 3 7 8 വരില്ല. അതുകൊണ്ട് 2 എന്ന് പറയുന്നതിന്റെ ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ 1 4 9 വരാം. അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താ? ഓർമ്മിക്കുക, സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കും അറിയോ? ഒന്നുകിൽ 1 9 4 7 ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അക്കങ്ങളുടെ തുക 1 9 4 7 ആയിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഞാൻ ഇവയ്ക്ക് പകരം 1 എന്ന് കൊടുക്കാം. നോക്ക്, 1 2 3 3 4 7 7 1 8. 8 എന്ന് പറയുന്നത് അക്കങ്ങളുടെ തുകയായിട്ട് പെർഫെക്റ്റ് സ്ക്വയറിൽ വരില്ല, ഇതേ വരുള്ളൂ. മനസ്സിലായില്ലേ? പെർഫെക്റ്റ് സ്ക്വയറില് പൂർണ്ണവർഗത്തില് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വർഗം കൃത്യമായിട്ടുള്ളതില് എന്തേ വരുള്ളൂ? അക്കങ്ങളുടെ തുക. മലയാളം കുട്ടികൾ എഴുതിയെടുക്കണം. അക്കങ്ങളുടെ തുക 1 9 4 7 ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പൂർണ്ണവർഗത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാ കിട്ടിയത്? 8 ആണ് കൂട്ടി കിട്ടിയത്. അപ്പൊ 8 ഒരിക്കലും വരില്ല, അതുകൊണ്ട് 1 വരില്ല. അടുത്ത 1 പകരം അടുത്ത എത്ര കൊടുക്കുക? 4 കൊടുക്കുക. 4 എന്ന് കൊടുക്കുക. 4 എന്ന് കൊടുക്കുമ്പോ കണ്ടോ, 1 2 3 3 4 7 7 4 11. ശ്രദ്ധിക്ക്, 11. ഈ 11നെ വീണ്ടും നമുക്ക് എഴുതാം 1 1 2. 2 ഇതിൽ അവസാനിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് വരില്ല? അതില് 4 വരുന്നില്ല. പിന്നെ വരുന്നത് ഏതാ? 9 ആണ്. അപ്പൊ 9 ആൻസർ ആയി എങ്കിലും നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ കുട്ടികളെ, 1 2 3 3 4 7 7 9 16. 16 വീണ്ടും നമ്മൾ എഴുതാം 1 6 കൂട്ടിയ എത്ര? 7 ഇതിലുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ആൻസർ എത്രയാണ് വരിക? 9 ആണ് അതിന്റെ ആൻസർ വരിക. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യം, തൽക്കാലം അറിഞ്ഞിരിക്കേണ്ട 2 കാര്യം. 2 3 7 8 ഏറ്റവും അവസാനം വരില്ല. രണ്ടാമത്തെ കാര്യം, ഇവയുടെ എല്ലാ അക്കങ്ങളുടെ തുക നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇയർ ഓർമ്മയുണ്ടല്ലോ, ആ നമ്പറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും.
അതിൽ ഒന്നിച്ച് കിട്ടുന്നില്ലെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ നീളം 50% വർദ്ധിപ്പിക്കുകയും വീതി 50% കുറയ്ക്കുകയും ചെയ്തു എങ്കിൽ അതിന്റെ പരപ്പളവിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഇംഗ്ലീഷിലൂടെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം, അറിയേണ്ട കുട്ടികളെ, സെയിം പെർസെൻറ്റേജ് തന്നെയാണ്. ശ്രദ്ധിക്ക, സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് ആണെങ്കിൽ, ഇൻക്രീസ് ഡിക്രീസ് മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ ശതമാനം കൂടുന്നു കുറയുന്നു ആണെങ്കിൽ, ഐഡിയ മനസ്സിലായല്ലോ, കൂടുന്നു അതേപോലെ തന്നെ കുറയുന്നു, അങ്ങനെ ആണെങ്കിൽ ഓർമ്മിക്കുക, ആ ശതമാനങ്ങളെ ഗുണിച്ചിട്ട്, അതായത് ഫോർമുല ഞാൻ ഇങ്ങനെ എഴുതാം, a²/100%, അതാണ് ആൻസർ. എ എന്ന് പറയുന്നത് എന്താ, ആ ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുന്ന നമ്പറാണ് a²/100% എന്ന് എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. വേറൊന്നും ആലോചിക്കേണ്ട. അപ്പൊ ഇവിടെ 50 ആണ് വരിക. അപ്പൊ 50ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു പെർസെൻറ്റേജ് എന്ന് എഴുതിയാൽ മതി. 50ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാലോ, 5ന്റെ സ്ക്വയർ എത്ര, 25. അപ്പൊ 25.00 ഡിവൈഡഡ് ബൈ 100 പെർസെൻറ്റേജ്. 2 0 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ കിട്ടി 25%. അതിന് ഐഡിയ മനസ്സിലായില്ലേ? എപ്പോഴാണ് ഇത് വരുന്നത്? സെയിം പെർസെൻറ്റേജ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ. ഇനി 10% കൂടി 10% കുറഞ്ഞു എന്നാണെങ്കിൽ ആൻസർ 10 × 10/100%. 10 × 10/100% എന്ന് വേണ്ടു, പിന്നെ ഇൻറ്റു 100 എന്ന് വേണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചാല് സെയിം പെർസെന്റ് കൂടിയും കുറയുകയും ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടി. ഈസി ആണല്ലോ. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് ഓർമ്മിച്ചിട്ട് വെക്കുക കേട്ടോ. 20% കൂടി 20% കുറഞ്ഞു, 20% ഇൻക്രീസ് 20% ഡിക്രീസ് ആണെങ്കിൽ വേണ്ട ആൻസർ എന്താ വരിക? 20 × 20/100. അപ്പൊ ആൻസർ ആയി. പെർസെന്റേജ് ആൻസറിൽ ഉണ്ടാവുകയും ചെയ്യും. 20 × 20/100. അപ്പൊ 4% വരും. ഓക്കെ, ഇവിടെ എത്ര? 50 ആണ്, 25%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ ലസാഗു 100 ആണ്, അവയുടെ ഉസാഖ 5 ആണ്. ആ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ലസാഗു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പറയും. ഉസാഖ ഉത്തമ സാധാരണ ഘടകം അല്ലെ വൻ പൊതു ഘടകം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. LCM തന്നിട്ടുണ്ട് നമുക്ക് 100, HCF നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 5. എങ്കിൽ 2 നമ്പറിന്റെ LC ആണിത്, 2 സംഖ്യകളുടെ ലസാഗു, 2 സംഖ്യകളുടെ ഉസാഖ. അപ്പൊ ആ 2 സംഖ്യകൾ ഗുണിച്ചാൽ, നമുക്ക് ആ സംഖ്യകൾ അറിയില്ല, അവയുടെ LCM HCF അറിയുള്ളൂ, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചാൽ എത്ര കിട്ടുന്ന ചോദ്യം. അപ്പൊ സിമ്പിൾ ആണ് പ്രിയപ്പെട്ട കുട്ടികളെ, LCM-ഉം HCF-ഉം ഗുണിച്ചാല് എന്തായിരിക്കും അറിയോ? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ അറിയാലോ, ഗുണിച്ച് കിട്ടുന്നതിനാണ് പ്രൊഡക്റ്റ് എന്ന് പറയാ. മലയാളത്തിൽ പറഞ്ഞാല് ലസാഗു ഇൻറ്റു ഉസാഖ സമം സംഖ്യകളുടെ ഗുണനഫലം. സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ആരെല്ലാം ചെയ്താൽ മതി? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 100 × 5 സമത്ര ആൻസർ 500 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയാന്ന് തോന്നി. പക്ഷെ ഈ ഐഡിയ അറിയാത്ത കുട്ടിക്ക് ഇത് വളരെ ടഫായിട്ട് ഉണ്ടാവുക. കാരണം ആൻസർ 500 ഉണ്ടാവാം, 100 ഉണ്ടാവാം, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ പല 20 ഉണ്ടാവാം, പലതരത്തിലുണ്ടാവാം. അപ്പൊ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിരിക്കും നിങ്ങൾ ആൻസർ പറയുന്നുണ്ടാവുക. ശ്രദ്ധിക്കുക, LCM HCF കുടിച്ചാൽ ആ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ വർഗം 10, 30, 41. ഓക്കെ, അപ്പോൾ 1,03,041 സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിലൂടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 1,03,041. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു നമ്പറിന്റെ സ്ക്വയർ തന്ന് ട്വൈസിന്റെ, അതായത് 2 മടങ്ങിന്റെ വർഗം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നോക്കിക്കോ, എഴുതാ പറഞ്ഞുതരാം. സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ. ഞാൻ പോയിന്റ് എഴുതുന്നേ.
twice square of twice the number എന്ന് പറഞ്ഞാല് equal to 4 into square of number. Square of വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ എന്ന് എഴുതിയേക്കാം. സ്ക്വയർ ഓഫ് ഫസ്റ്റ് നമ്പർ എന്ന് എഴുതിയേക്കാം. അതായത് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഗത്തിന്റെ രണ്ട് സംഖ്യയുടെ 2 മടങ്ങിന്റെ വർഗം, അതായത് 2 മടങ്ങിന്റെ വർഗം, സംഖ്യയുടെ 2 മടങ്ങിന്റെ വർഗം. മനസ്സിലാക്കണേ, വർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4 ഇൻറ്റു ആദ്യ സംഖ്യയുടെ വർഗം. ആദ്യ സംഖ്യയുടെ വർഗം 4 ഇൻറ്റു ആദ്യ സംഖ്യയുടെ വർഗം ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാ വരിക നോക്കൂ. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 4നെ 10, 30, 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോക്ക്, ഇതിന് ഫുൾ മൾട്ടിപ്ലൈയുടെ ആവശ്യമില്ല. എന്താണ് 4 1 എത്രയാ വരിക? 4 ആണല്ലോ വരിക. ഇതിന്റെ ആൻസർ വരല് 4 1 4 അല്ലേ വരിക. 4ൽ അവസാനിക്കുന്നത് അവിടെ ഒരൊറ്റ റിസൾട്ടേ ഉള്ളൂ. ഏത്? 412 164. 412 164 എന്ന് പറയുന്ന റിസൾട്ടേ ഉള്ളൂ. അപ്പൊ 4 1 4 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തായി? ആൻസർ ആയി മാറി. ശ്രദ്ധിക്കണം, സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ ആണ്, 2 ടൈംസ് ഓഫ് ദ നമ്പർ ആണ്. അപ്പൊ ഒരു കാര്യം 3 ടൈംസ് ഓഫ് ദ നമ്പർ ആണെങ്കിലോ അപ്പൊ ആൻസർ 9 ഇൻറ്റു എന്ന് വരും. അതായത് 2 ടൈംസ് ആകുമ്പോൾ 2 സ്ക്വയർ ആണ് 4, 3 ടൈംസ് ആകുമ്പോൾ 3 സ്ക്വയർ എന്ന് വരും. ശ്രദ്ധിക്കണേ. അതേ സമയത്ത് ഹാഫ് ദ നമ്പർ ആണെങ്കിലോ ഇവിടെ 1/4 ഓഫ് ദ നമ്പർ ആവും. 2 4 ആവുമ്പോൾ 1/2 1/4 ആവും. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിന്റെ 4-1 അത് മാറും. ഓക്കെ, പോയിന്റുകൾ പലതരത്തിലും അറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മിടുക്കരായിട്ട് മാറാൻ കഴിയും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിപ്പോൾ 5 വ്യത്യസ്തമായ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഓരോന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ചോദ്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഏത് തരത്തിലുള്ളതാണ് വരിക എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് നല്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കണക്ക് പഠിക്കുക, മിടുക്കരായി മാറുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.